മുംബൈ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ആഭ്യന്തര മന്ത്രാലയ മുൻ അണ്ടർ സെക്രട്ടറി RVS മണിയുടെ വെളിപ്പെടുത്തൽ. ഭീകരാക്രമണ സമയത്ത് NSG വിന്യാസം 2 മണിക്കൂർ വൈകിപ്പിച്ചെന്നാണ് മണി പറയുന്നത്. പാക് ഭീകരരുടെ ബോട്ട് കണ്ടെത്തിയിട്ടും തീരസംരക്ഷണ സേന അവഗണിച്ചു. ലഷ്കറിനേക്കാൾ ഭീഷണി ഹിന്ദു സംഘടനകളാണെന്ന് രാഹുൽ പറഞ്ഞതായും RVS മണി തുറന്നു പറയുന്നു. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമായ 26/11 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ഭരണകൂട വീഴ്ചകളുടെ ചുരുളഴിയുന്നു. പാക് ഭീകരർ കടൽമാർഗം എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ ബോട്ട് തീരസംരക്ഷണ സേന കണ്ടെത്തിയിരുന്നുവെന്നും എന്നാൽ വേണ്ടത്ര നിരീക്ഷണം നടത്തിയില്ലെന്നും മുൻ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി RVS മണി വെളിപ്പെടുത്തുന്നു. അപകടകരമായ സാഹചര്യമുണ്ടായിട്ടും മുംബൈയിലേക്ക് NSG കമാൻഡോകളെ അയക്കാൻ അന്നത്തെ ഭരണകൂടം 2 മണിക്കൂറോളം താമസം വരുത്തിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. രാജ്യം അതിഭീകരമായ പാക് ഭീകരത നേരിടുമ്പോഴും ആഭ്യന്തരമായി ഭീകരവാദത്തിന് പുതിയ നിറം നൽകാനായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശ്രമം. 2010 പുറത്തുവന്ന വിക്കിലീക്സ് രേഖകൾ ഉദ്ധരിച്ച് RVS മണി വലിയൊരു സത്യം തുറന്നു പറയുന്നു. ആഗോള ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയേക്കാൾ വലിയ ഭീഷണി ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകളുടേതാണെന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ അന്ന് വിശേഷിപ്പിച്ചതായാണ് വെളിപ്പെടുത്തൽ. ഭീകരവാദത്തിൻ്റെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അന്നത്തെ ഭരണകൂടം ശ്രമിച്ചുവെന്ന വാദങ്ങൾക്ക് ഇത് അടിവരയിടുന്നു. हिंदू टेरर क्या? मैंने कहा मुझे नहीं पता, ऐसा कुछ नहीं है. आई डोंट बिलीव दैट देयर इज एनी हिंदू टेरर. कहते नहीं यार सरकार झूठ थोड़ा ना बोलेगी. मैंने कहा मुझे नहीं पता, सरकार झूठ नहीं बोलती, मेरे पास कोई एविडेंस नहीं है. Like that there was no Hindu terror on Ministry of Home Ministry's Internal Security Division's official record. ക്രിക്കറ്റിൻ്റെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ മയക്കുമരുന്ന് അട്ടിമറിയും അദ്ദേഹം തുറന്നു കാട്ടുന്നു. മുൻപ് ഭാരതത്തിലെത്തിയ പാക് ക്രിക്കറ്റ് ടീമിലെ ചില താരങ്ങളും പ്രതിനിധികളും വലിയ തോതിൽ മയക്കുമരുന്ന് കടത്ത് നടത്തിയിരുന്നു. ഈ കള്ളക്കളി കണ്ടുപിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ബോബ് ഊൾമർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് RVS മണി ആരോപിക്കുന്നു. അക്കാലത്ത് ഭീകരാക്രമണങ്ങൾക്കുള്ള പണം കണ്ടെത്തിയത് ഈ മയക്കുമരുന്ന് ശൃംഖല വഴിയാണ്. ഭാരതത്തിലെ യുവാക്കളെ നശിപ്പിക്കാൻ പാക് ചാര സംഘടനയായ ISI ഇന്നും പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തികൾ വഴി ഈ മയക്കുമരുന്ന് യുദ്ധം തുടരുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ജനം, ഡൽഹി.